ഖുദൂഉ വത്തദല്ലുൽ വരുന്നില്ല. ഇപ്പൊ അഖ്സാഖായത്തിൽ ഖുദൂഉ വത്തദല്ലുൽ കളിയാക്കുന്നുണ്ട്. നിങ്ങളൊക്കെ കളിയാക്കി. നിങ്ങളെ തൗഹീദ് അടിമുടി അടിച്ച് പെറുക്കണം, പൊളിച്ച് തകർത്ത് ആദ്യം ഉണ്ടാക്കണം നിങ്ങളെ തൗഹീദ്. അഖ്സാഖായത്തിൽ ഖുദൂഉ വത്തദല്ലുൽ നമ്മൾ അംഗീകരിച്ച നിർവചന. എപ്പോഴാണ് അങ്ങേയറ്റത്തെ വിനയവും താഴ്മയും ഉണ്ടാവുക? സയ്യിദ് റഷീദ് വിശദീകരിച്ച് നമ്മൾ ജനങ്ങളോട് പറഞ്ഞതാണ്. അപ്പൊ സുഹൃത്തുക്കളെ, അങ്ങനെയുള്ള ഒരു പുകമറിയും ഉണ്ടാക്കുന്നുണ്ട്. ജായിസാക്കാൻ നമ്മൾ നടക്കുന്നു എന്നാണ്. മലക്കിനോടോ ജിന്നിനോടോ ഉള്ള സഹായം ചോദിക്കൽ ജായിസാക്കാൻ നടക്കുന്നു എന്നാണ്. നമ്മൾ അങ്ങനെ ജായിസാക്കാൻ നടക്കുന്നില്ല. അപ്പോ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ഒരു ജിന്നോ മലക്കോ ഹാളിറായിട്ടുണ്ടെങ്കിൽ പോലും അവരോട് സഹായം ചോദിക്കാൻ പാടില്ല. പാടില്ല എന്നുള്ളത് തന്നെയാണ്. ഹറാമാണ്, ശിർക്കിലേക്കുള്ള വസീലയാണ്. പിന്നെ എവിടെയെങ്കിലുള്ള ജിന്ന് കേൾക്കട്ടെ മലക്ക് കേൾക്കട്ടെ എന്ന് വെച്ചാൽ അത് ശിർക്കാണ്, യാതൊരു സംശയമല്ല. ഒരാളും ഒരു ചോദ്യവും ജനപ്രദേശത്തോ ഒരു ജിന്നിനെയും വിളിക്കാൻ പാടില്ല, ഒന്നും ചോദിക്കാൻ പാടില്ല, ഒരു മലക്കിനെയും വിളിക്കാൻ പാടില്ല. അള്ളാന്ന് മാത്രമേ വിളിക്കാൻ പാടുള്ളൂ. ഇത് നമ്മൾ ആവർത്തിച്ച് ബോധ്യപ്പെടുത്തിയിട്ടും അല്ല നിങ്ങൾക്ക് അങ്ങനെയല്ല വാദം, നിങ്ങളെ വാദം വേറെയാണ് എന്ന് പറഞ്ഞിട്ട് ശിർക്കാരോപിക്കുക. 6 കൊല്ലമായി ഞാൻ ശിർക്കിലാണെന്നാ പറയുന്നത്. എന്നെ വെച്ചുകൊണ്ടിരുന്ന ഈ പ്രസ്ഥാനത്തിന് എന്ത് പറയണം? മൊയ്തീൻ ശൈഖെ രക്ഷിക്കണേന്ന് വിളിച്ചാൽ ശിർക്കല്ല എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ ഗൗരവം? അതുപോലെ ഗൗരവമാണ് എന്റെ കാര്യം എന്നാ ഇപ്പൊ നിങ്ങൾ പ്രചരിപ്പിക്കണേ. അങ്ങനെയാണെങ്കിൽ 6 കൊല്ലം പിന്നെ എന്നെ വെച്ചുകൊണ്ടിരിക്കണോ? 23 നടപടിക്രമോ ഇടപെടലോ ഒക്കെ ഉണ്ടാക്കണോ? അപ്പൊ തന്നെ പുറത്താക്കണ്ടേ? എന്നാ സുഹൃത്തുക്കളെ, അത് പച്ചക്കള്ളമാണെന്ന് അനസ് മൗലവി തന്നെ പറയുന്നു. അദ്ദേഹം ബഹ്റൈനിൽ പോയി. ബഹ്റൈനിൽ കഴിഞ്ഞ 8 മാസം മുമ്പ് പോയിട്ട് ഒരു AP സുന്നിക്കാരൻ ചോദ്യം ചോദിച്ചു. ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കല്ല എന്ന് പറയുന്ന ഒരു സക്കരിയ സലാഹി നിങ്ങളെ കൂട്ടത്തിലുണ്ടല്ലോ. മടവൂരികളെ ദുഷ്പ്രചരണം കേട്ടിട്ട് AP-ക്കാരത് ഏറ്റെടുത്തതാ. അയാൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അനസ് മൗലവി അങ്ങനെ പറഞ്ഞിട്ടില്ല. പൊട്ടന്മാരേന്ന് വിളിച്ചുകൊണ്ട് അദ്ദേഹം പ്രസംഗിച്ച് കീടിണ്ടല്ലോ, കൊണ്ടരീന്ന് തന്നു. അപ്പം പറഞ്ഞു സീഡിയൊക്കെ ഉണ്ട്, നിങ്ങളെ AP അബ്ദുൽ ഖാദർ മൗലവി തന്നെ അദ്ദേഹത്തെ പ്രസംഗത്തിന് വിളിക്കണ്ടെന്ന് വരെ പറഞ്ഞ ക്ലിപ്പുണ്ട് ഇന്ത്യയില് എന്നൊക്കെ പറഞ്ഞിട്ട് AP സുന്നിക്കാരൻ പച്ചക്കളവ് പറഞ്ഞിട്ട് അനസ് മൗലവിയുടെ മുമ്പിൽ വന്നു. അദ്ദേഹം വളരെ സത്യസന്ധമായി മറുപടി കൊടുത്തു. എന്താ മറുപടി കൊടുത്തത്? ഇത് കേൾപ്പിക്കാവോ? ബഹുമാന്യനായ സക്കരിയ സലാഹി പറയുന്നത് ജിന്നിനോട് സഹായം ചോദിക്കാൻ പറ്റും എന്നാണ്. അപ്പൊ ഈ ശിർക്ക് ചെയ്യുന്ന ഒരു സക്കരിയ സലാഹി സംഘടനയിൽ ഉണ്ടായിരിക്കെ തൗഹീദും ശിർക്കും എന്നുള്ള ഒരു ബാനറിൽ നമ്മൾ സംസാരിക്കുന്നതിൽ ഇത്രമാത്രം ഉചിതമുണ്ട് എന്നുള്ളതാണ് എന്റെ അടുത്ത ഒരു ചോദ്യം. ചില സന്ദർഭത്തില് ചിലത് അള്ളാഹ് പറയിക്കല. നിങ്ങൾ ഒരു കളവാണ് പറഞ്ഞത്, സക്കരിയ സലാഹി അങ്ങനെ പറഞ്ഞു. സക്കരിയ സലാഹി ഇവിടെ ഇല്ല, ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ചോദിക്കായിരുന്നു താങ്കൾക്ക് അങ്ങനെ വാദമുണ്ടോ? അങ്ങനെ വാദമുണ്ട് എന്നാ സക്കരിയ സലാഹി പറയണമെങ്കിൽ ഈ മൈക്ക് സക്കരിയ സലാഹിയുടെ നേരെയായിരിക്കും തിരിച്ചു വെക്കുക. ഇനി അങ്ങനൊരു വാദം ആര് പറഞ്ഞാലും അവരുടെ നേരെ മൈക്ക് തിരിച്ചു വെക്കുക. അതുകൊണ്ട് ഇവിടെ ഒരു ആരോപണം ഉന്നയിച്ച ആ സുഹൃത്തിനോട് ഞങ്ങൾക്ക് വളരെ മാന്യമായി പറയാനുള്ളത്, സക്കരിയ സലാഹിയുടെ പേരിൽ താങ്കൾ പറഞ്ഞതിന് തെളിവ് തരൂ. സക്കരിയ സലാഹിയുടെ പേരിൽ താങ്കൾ പറഞ്ഞതിന് തെളിവ് തരൂ. അങ്ങനെ സക്കരിയ സലാഹിക്ക് വാദമുണ്ട്, ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്നാണ് സക്കരിയ സലാഹി പറയുന്നത് എന്നാണ്. അതിനുള്ള തെളിവ് അദ്ദേഹം ഉന്നയിക്കട്ടെ. മറ്റൊരു കളവ് കൂടി, ഞാൻ ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്നാണ് സക്കരിയ സലാഹി പറയുന്നത് എന്ന് ഞാൻ പറഞ്ഞോ? ആയിക്കോട്ടെ. ജിന്നിനോട് സഹായം തേടാം എന്ന വാദമുള്ള ആളാണ് സക്കരിയ സലാഹി. ഒരുപാട് പ്രസംഗത്തിൽ ഞാൻ കേട്ടതാണ്. പറഞ്ഞിട്ടില്ല സഹായം ചോദിക്കുന്നത് പൊട്ടന്മാരെ, അത് തൗഹീദിന് പുറത്തല്ല എന്ന് മടവൂരികളെ വെല്ലുവിളിച്ചുകൊണ്ട് ചോദിക്കുന്ന പ്രസംഗം ഒരുപാട് വീണിലുണ്ട്. വേണ്ടെങ്കിൽ ഇവിടെ വിൽക്കുന്ന സ്ഥലത്ത് ഉണ്ടായിരിക്കും. ഇനി വേണമെങ്കിൽ നിങ്ങളുടെ പുസ്തകത്തിൽ നിന്ന് തന്നെ അതിന്റെ തെളിവ് വായിക്കാം. പുസ്തകത്തിൽ നിന്നല്ല, നിങ്ങൾ ഇപ്പോൾ പറഞ്ഞത് ഒന്ന് കഴിഞ്ഞിട്ട് അടുത്തേക്ക് ചാടിയ പോലെ. സക്കരിയ സലാഹി അത് പറഞ്ഞു എന്ന്. സക്കരിയ സലാഹി പറഞ്ഞു, ഹാത്തു ബുർഹാനക്കും തെളിവ് താന്നാ ചോദിച്ചത്. സക്കരിയ സലാഹി പറഞ്ഞു എന്ന് മാത്രമല്ല, ഈ പ്രസംഗം പോയിട്ട് പ്രസംഗിച്ചിട്ട് അബ്ദുൽ ഖാദർ മൗലവി ഇദ്ദേഹത്തെ പ്രസംഗത്തിന് ഇനി വിളിക്കരുത് എന്ന് പോലും പറഞ്ഞത് നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ ഇവിടെ ക്ലിപ്പ് കേൾപ്പിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് അറിയിക്കുകയാണ്. അത് വെറുതെ സദസ്സിൽ വെറുതെ ഒരു മോശമായ രീതിയിൽ നിങ്ങൾ ആക്കണോ എന്നുള്ള രീതിയിലാണ് ഞാനിത് കേൾപ്പിക്കാൻ തയ്യാറാകാത്തത് എന്നും ഞാൻ പറയുകയാണ്. സക്കരിയ സലാഹി പറഞ്ഞു എന്നുള്ളതിനാ തെളിവ് വേണ്ടത്. സക്കരിയ സലാഹി
പ്രസംഗിച്ചിട്ട് അവനെ പ്രസംഗിക്കാൻ ക്ഷണിക്കരുത് എന്ന് അബ്ദുൽ ഖാദർ മൗലവി, അതായത് നിങ്ങളുടെ സെക്രട്ടറി ബഹുമാന്യനായ എ പി അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞതുപോലും കേൾപ്പിക്കാൻ എനിക്ക് കഴിയും എന്നാണ് അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞോ ഇല്ലയോ എന്നല്ല, സക്കരിയ സലാഹി പ്രസംഗിച്ചു എന്നാണ് നിങ്ങൾ പറഞ്ഞത്. ഇനി അവിടെ ഇരുന്ന് ഞാൻ പറഞ്ഞുതരാം, അവിടെ ഇരിക്കും, വിഷമിക്കണ്ട. ഇനി അതല്ല, അതാ വെച്ചാല് നമ്മുടെ സാധാരണ ചില ആളുടെ മുഖാമത്തിൽ ഒരു എര കിട്ടിയാൽ അങ്ങോട്ട് കൊളുത്തി വലിക്കല. അതറിയാത്തോണ്ടല്ല നമ്മൾ അങ്ങനെ ആ രൂപത്തിൽ അദ്ദേഹത്തെ വഷളാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി ഒരു കാര്യം പറയട്ടെ, എ പി അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞു അദ്ദേഹം വേറൊരു ട്രെയിനിങ്ങിലേക്ക് പോവാണ്, ആയിക്കോട്ടെ. ഇതിപ്പോ വാല് പൊക്കുമ്പോൾ അറിയാം ഇതെന്തിനായി പോണത് എന്നുള്ള വിവരം നമുക്കറിയാം. അപ്പോ നാട് നീളെ ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തെറ്റിദ്ധാരണ, ആ തെറ്റിദ്ധാരണയിൽ കുടുങ്ങിയിട്ടോ അല്ലാതെയോ ആണ് അദ്ദേഹം ഇവിടെ വന്നിട്ടുള്ളത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അദ്ദേഹത്തിന് സക്കരിയ സലാഹി ജിന്നൊന്നുമല്ല വിഷയം. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ചോദിക്കാൻ ഒരുപാട് വിഷയങ്ങളുണ്ട്. ആ വിഷയത്തിലേക്ക് ഞങ്ങൾ ഇൻഷാ അല്ലാഹ് നിങ്ങളെ കൊണ്ടുവരിക തന്നെ ചെയ്യും. ആ വിഷയത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരിക തന്നെ ചെയ്യും. ഇവിടെ പല പ്രസംഗങ്ങളിലും ഉള്ളത് അത് സക്കരിയ സലാഹി പറഞ്ഞത് എന്താണ് എന്ന് അതിന്റെ പൂർണ്ണരൂപത്തിൽ കേൾക്കാതെ മനസ്സിലാക്കാതെ ആ വാദമുണ്ട് എന്ന് വരുത്തിയിട്ട് ആ രൂപത്തിൽ വിഷയം കൊണ്ടുപോകാൻ ശ്രമിക്കേണ്ടതില്ല. ഇനി സക്കരിയ സലാഹി വളരെ വ്യക്തമായി പറഞ്ഞല്ലോ, അദ്ദേഹം ജീവിച്ചിരിപ്പുള്ള ആളാണ്. അദ്ദേഹത്തിന് അങ്ങനെ വാദമുണ്ടെങ്കിൽ ഞങ്ങൾ അതിനെ എതിർക്കുന്നു എന്ന് പറയുന്നു. അദ്ദേഹത്തിന് വാദമില്ല എന്ന് അദ്ദേഹം പറയുന്നു. അപ്പൊ പിന്നെ എന്താ? പിന്നെ ആർക്കാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ജിന്നോട് പ്രാർത്ഥിക്കുന്ന ആളാണ് വരുത്തി തീർക്കേണ്ടത്? ആ ദുർമോഹം മനസ്സിൽ വെച്ചാൽ മതി. ആ ദുർമോഹം വേണ്ടതില്ല. അവിടെ ഇരിക്കൂ, കഴിഞ്ഞിട്ടില്ലല്ലോ. ആ ദുർമോഹം വേണ്ടതില്ല. നിങ്ങൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് എന്താണ്? സക്കരിയ സലാഹി പറഞ്ഞു എന്നാണോ? സക്കരിയ സലാഹി പറഞ്ഞിട്ടില്ല. സക്കരിയ സലാഹി പറഞ്ഞിട്ടില്ല. ജിന്നിനോട് സഹായം തേടാമെന്ന് സക്കരിയ സലാഹി പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ ആവൂല. തെളിവ് തരും, സ്ക്രീനിൽ നോക്കിക്കോ. ഇതാണ് ഞാനുമായി ബന്ധമുള്ളത്. മറ്റെല്ലാം പച്ചക്കളവുകളാണ്. സക്കരിയ സലാഹി എന്ന് പറഞ്ഞിട്ട് 16 കൊടുത്തിൽ ഈ 5 മാത്രമാണ് ഞാനുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ളത്. ഒന്നാമത്തെ എന്താ അറിയോ? അപകടഘട്ടങ്ങളിൽ ജിന്നിനോടും മലക്കിനോടും സഹായം തേടാൻ ഞാൻ വെല്ലുവിളിക്കുന്നു ലോകത്തുള്ള സർവ്വ മടവൂരികളെയും. എവിടെയാ ഞാനിത് എഴുതിയത്? കാണിച്ചു തരണം. നിങ്ങള് പച്ച നോണ അച്ചടിച്ചു വിടുക ദീനീ പ്രവർത്തനം എന്നും പറഞ്ഞിട്ട്. സക്കരിയ സലാഹിയുടെ പേരിൽ നിങ്ങൾ പറഞ്ഞ വാദം തെറ്റാണ് എന്ന് ഞാൻ തെളിയിച്ചു തന്നു. സക്കരിയ സലാഹിക്ക് അങ്ങനെ വാദമില്ല എന്ന് സക്കരിയ സലാഹി തന്നെ പറയുന്നത് കേൾപ്പിച്ചു തന്നു. എന്റെ സഹോദരൻ അനസ് സത്യസന്ധമായി മറുപടി പറഞ്ഞാണത്. 8 മാസം മുമ്പ്. ഇപ്പൊ പറയുന്നത് എന്താ? 6 കൊല്ലമായിട്ട് ഞാൻ ശിർക്കിലായിരുന്നു ഉണ്ണിയൻകുട്ടി വലി ഇവിടെ പ്രചരിപ്പിച്ച് നടക്കുന്നത്. അനസ് 8 മാസം മുമ്പ് ബഹ്റൈന് പോയപ്പോ പറഞ്ഞതാ അത്. സക്കരിയ സലാഹിക്ക് അങ്ങനെ വാദല്ല, അദ്ദേഹം ജീവിച്ചിരിക്കുന്ന ആളല്ലേ. അദ്ദേഹം പറയുന്നത് എനിക്ക് അങ്ങനെ വാദല്ല. പിന്നെന്താ പ്രശ്നം? അപ്പൊ നിങ്ങൾക്ക് ജിന്നല്ല പ്രശ്നം, നിങ്ങളെ യഥാർത്ഥ വിഷയത്തിലേക്ക് നമ്മൾ കൊണ്ടുവരുന്ന ഏപ്പിക്കാരനോട് പറയുന്നു. ഇതൊക്കെ ഇപ്പൊ മൂപ്പർക്കുള്ള മറുപടിയാ. ഇപ്പൊ അനസ് മുസ്ലിയാർക്കുള്ള മറുപടി അതൊക്കെ. സക്കരിയ സലാഹി അങ്ങനെ പറയുന്ന ആളാണെന്നൊരു തെറ്റിദ്ധാരണ ഉണ്ട്. അദ്ദേഹത്തിന്റെ പ്രസംഗം ശരിക്കും കേൾക്കാതെ ആ തെറ്റിദ്ധാരണയിൽ കുടുങ്ങിയിട്ടോ മറ്റോ ആണ് നിങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത് എന്ന് ആരോടാ പറഞ്ഞ്? ഏപ്പിക്കാരോട്. ഇപ്പൊ ആ തെറ്റിദ്ധാരണയിൽ ആരാ കുടുങ്ങിയത്? ആരാ കുടുക്കിയത്? മുജാഹിദ് പ്രവർത്തകരെയാ കുടുക്കിയത്. ആരാ കുടുക്കിയത്? ഉണ്ണിയൻകുട്ടി മൗലവിയെ പോലെയുള്ള, അനസ് മുസ്ലിയാരെ പോലുള്ള, അബ്ദുറഹ്മാൻ സലഫിയെ പോലുള്ള. എന്തിനാ കുടുക്കിയത്? KNM-ൽ അധികാരം പിടിച്ചെടുത്ത് അധികാര കസേര നിലനിർത്താൻ, ഒരു കൂട്ടരെ മുശരിക്കാക്കി മുദ്ര കുത്തി മാറ്റി നിർത്താൻ. പക്ഷേ എല്ലാ കുതന്ത്രവും എല്ലാ കാലത്തും വിജയിക്കോ? കുറച്ച് മുതലാളിമാര് കൂടുണ്ട്, കുറച്ച് സംഘടനയും സ്ഥാപനങ്ങളും കയ്യിലുണ്ട് എന്ന് വിചാരിച്ച ഒക്കെ നടക്കോ? ഇല്ല. നിങ്ങൾ മനസ്സിലാക്കണം. ഒരിക്കലും തന്നെ മുജാഹിദ് പ്രസ്ഥാനം അങ്ങനെ ആദർശ മാറ്റം ഉണ്ടാക്കേണ്ടതില്ല. എന്നിട്ട് പറയാണ് മംഗലാപുരത്ത് പ്രസംഗിച്ചപ്പോ ഇപ്പോൾ മഞ്ചേരി വെച്ച് സക്കരിയ സലാഹി ശിർക്കൻ വാദം പറഞ്ഞു. അപ്പൊ നമ്മൾ മൈക്ക് മൂപ്പരെ നേരെ തിരിച്ചു വെക്കുന്നു. അപ്പൊ പുറത്താക്കണതിന് മുമ്പില്ലാന്ന് ഉറപ്പായില്ലേ? അപ്പൊ പിന്നെന്തിനെ പുറത്താക്കിയത്? നിങ്ങൾ പറ ജനങ്ങളോട്. കുറ്റപത്രം വായിച്ചാ പറ, കുറ്റം എന്താണെന്ന് പറയാ, സ്പെസിഫൈ ചെയ്ത് പറ, ഇന്നത് എന്ന് പറ. ആദർശത്തിനെതിരിൽ പ്രസംഗിച്ചു, പ്രഖ്യാപിത ആദർശത്തിന്. ഏതാണ് പ്രഖ്യാപിത ആദർശം? എന്താണ് ആദർശത്തിനിൽ പ്രസംഗിച്ചത്? കൃത്യമായി പറ ജനങ്ങളോട്. മുജാഹിദ് പ്രസ്ഥാനത്തിന് വളച്ചുകെട്ടില്ലാത്ത ആദർശമാണ്. വളച്ചുകെട്ടില്ലാത്ത, വക്രതയില്ലാത്ത, ആർക്കും പറഞ്ഞാൽ മനസ്സിലാകുന്ന ആദർശമാണ്. വേണ്ട. ഈ പുസ്തകം കണ്ടോ? 2011 KNM ഇലക്ഷന് വേണ്ടി ധൃതി പിടിച്ച് ഇറക്കിയതാണ്. ഈ എനിക്കൊല്ല കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് ഹനീഫ് കായക്കൊടിയുടെയും അനസ് മൗലവിയുടെയും നേതൃത്വത്തിൽ എഴുതിയ ബുക്ക്. മഹാപണ്ഡിതന്മാരായി കേരള ജമിയത്തുള്ള ആളുകളല്ലേ, വേറെ ആരുമില്ലല്ലോ ബുക്ക് എഴുതാൻ. അവര് ദഅ്വാ സമിതിയിലെ മെമ്പർമാര് മാത്ര. എത്ര വലിയ വലിയ പണ്ഡിതന്മാര് നമ്മളുണ്ട്. ഞങ്ങളൊക്കെ അത് ഏൽപ്പിക്കേണ്ടത്? ഞങ്ങളൊക്കെ ജൂനിയേഴ്സാ. സീനിയർമാർ എഴുതട്ടെ ബുക്കുകള്. അപ്പോഴല്ലേ പ്രശ്നം ഉണ്ടാകാതിരിക്കുള്ളൂ.
ഇനി സുഹൃത്തുക്കളെ, ഈ പുസ്തകത്തിന്റെ 19ാമത്തെ പേജിൽ പറയുന്നത് എന്താ? വിശുദ്ധ ഖുർആൻ തിരുസുന്നത്തു മുമ്പിൽ വെച്ച് പൂർവികര മാർഗത്തിലേക്ക് മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളെ ക്ഷണിച്ചപ്പോൾ ഖുർആൻ ദുർവ്യാഖ്യാനിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾ വാലും തലയും മുറിച്ച് വികൃതമാക്കി ജനസമക്ഷം അവതരിപ്പിച്ചും പിടിച്ചു നിൽക്കാൻ പൗരോഹിത്യം ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ അള്ളാഹുവിന്റെ പ്രകാശം ഊതിക്കെടുത്താനുള്ള വിഫല ശ്രമം മാത്രമായി അവ കലാശിച്ചു. ഇത്തരം ശ്രമങ്ങളുടെ ഒടുവിലത്തെ ഉദാഹരണമാണ് മുജാഹിദുകൾ ജിന്നുകളോട് സഹായം തേടാമെന്ന് വാദിക്കുന്നവരാണെന്ന ആരോപണം. കണ്ടോ, മുജാഹിദുകൾ ജിന്നുകളോട് സഹായം തേടാമെന്ന് വാദിക്കുന്നവരാണെന്ന്, അത് ആരോപണം മാത്രമാണെന്ന് അബ്ദുറഹ്മാൻ സലഫിയും അനസ് മുസ്ലിയാരും അനീഫ് കായക്കൊടി എഴുതിയ ബുക്കിൽ പറയുന്നു. KJUവിന്റെ പേരുപയോഗിച്ചിറക്കിയ ബുക്കിൽ പറയുന്നു. വേണ്ട, 2011 പയ്യന്നൂരിൽ വെച്ച് കിട്ടിയോ? ക്ലിപ്പ് കിട്ടിയോ? 2011 പയ്യന്നൂരിൽ വെച്ച് നടന്ന മുഖാമുഖത്തിൽ അബ്ദുറഹ്മാൻ സലഫി തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്, ജിന്നുകളോട് വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന് മുജാഹിദുകളിൽ ഒരു വിഭാഗത്തിന് അഭിപ്രായമുണ്ട് എന്ന് നോട്ടീസ് എഴുതി പ്രസംഗിച്ച് നാടുനീളെ നടക്കുന്ന ചില ആളുകളുണ്ട്. അങ്ങനെ ഒരു അഭിപ്രായം മുജാഹിദ് പ്രസ്ഥാനത്തിനില്ല എന്ന് സംശയലേശമന്യേ ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു. ഇനിയും അനാവശ്യമായി അത്തരം ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് ഒരു പദം എന്ന് പറഞ്ഞ് അത്തരം ദുർവ്യാഖ്യാനങ്ങളുമായി നടക്കേണ്ടതില്ല. ഇനി സുഹൃത്തുക്കളെ, ഇപ്പോൾ ഈ ആദർശ മാറ്റം ഉണ്ടാക്കിയവര് ശിർക്കല്ല എന്ന് പറഞ്ഞത് ശിർക്കാണെന്ന് പറഞ്ഞു. സ്വാഭാവികമായും 2012 വരെ മുജാഹിദ് പ്രസ്ഥാനം മൊത്തം ശിർക്കിലായിരുന്നു. അതാണല്ലോ പറയുന്നത്. 2012 മുമ്പുള്ള വാദത്തിൽ ഉറച്ചു നിന്നാൽ അത് ശിർക്കൻ വാദമാണ്, ശിർക്ക് പ്രചാരണമാണ്. അപ്പൊ ഞാനൊക്കെ ശിർക്ക്, അപ്പൊ ഞാനിപ്പോ ശിർക്കിലാണെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ അറിയോ? ഞാൻ 2012 വരെ മുജാഹിദ് പ്രസ്ഥാന നിലപാടില്ല. അപ്പൊ മുജാഹിദ് പ്രസ്ഥാനം 2012 വരെ ശിർക്കിലായിരുന്നു. നഊദു ബില്ലാഹ്. അതിന് രക്ഷപ്പെടാനുള്ളൊരു വഴി കണ്ടുപിടിച്ചെന്താ അറിയോ? ഇടവണ്ണ വെച്ച് നമുക്ക് തൗബ ചെയ്തളയാ. ആ നാടകം കണ്ടോളി, തൗബ നാടകം. ഒരു കുട്ടിയെ കൊണ്ടൊരു ചോദ്യം ചോദിപ്പിച്ചിട്ട് അനസ് മൗലവി പറയാം. തൗബ 1. നേരത്തെ ഹനീഫ് മൗലവി പറഞ്ഞത് ആ MT വിഷൻ പുറത്തിറക്കിയ CD ആ വിഷയങ്ങൾ തിരുത്തിയതാണ്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, അനസ് മൗലവി ശില്പശാല, കണ്ണൂർ ശില്പശാല എന്ന് ടൈറ്റിലുള്ള ഒരു പരിപാടിയിൽ വെച്ച് പറയുകയുണ്ടായി, ആ ലേഖനം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ ജബ്ബാർ മൗലവിയുടെ അടുക്കൽ പോവുകയും രാവിലെ മുതൽ രാത്രി വരെ അവിടെ നിൽക്കുകയും അത് തിരുത്താൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നാണ്. അപ്പോൾ MT വിഷൻ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ ക്ലിപ്പിലുള്ളത് ഈ ലേഖനം അനസ് മൗലവി വായിക്കുകയും ഇതിലെവിടെ ഷിർക്ക് എന്ന് ചോദിക്കുകയും അതുപോലെ തന്നെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമുള്ളത് എവിടെ എന്നൊക്കെ ചോദിക്കുന്നതായി ഞാൻ ക്ലിപ്പിലൂടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ MT വിഷൻ അത് പൊള്ളത്തരാണെങ്കിൽ അത് പറയാ, അല്ലെങ്കിൽ എന്തെങ്കിലും എന്താണ് നിജസ്ഥിതി എന്ന് മനസ്സിലാക്കിയാൽ കൊള്ളുന്നുണ്ട്. MD വിഷൻ പൊള്ളത്തരാണ് എന്ന് പറയേണ്ടതില്ല. നേരത്തെ പറഞ്ഞ പോലെ MD വിഷമാണ് എന്ന് പറയാം. ആ MD എന്താണ്? മാക്സിമം തെറ്റിദ്ധരിപ്പിക്കുക എന്നോ മുജാഹിദുകളുടെ തൗഹീദിൽ വിഷമിടുക എന്നോ ഒക്കെ വ്യാഖ്യാനിക്കാവുന്നതാണ്. അപ്പോ ഞാൻ ഇന്നലെ ഈ ചോദ്യം വന്നപ്പോൾ പറഞ്ഞൊരു മറുപടി ഉണ്ട്. ഒരുപാട് മറുപടി ഉണ്ട്. എനിക്ക് ഒരുപാട് മറുപടി അതിന് പറയാനുണ്ട്. അല്ല, ഒരു മറുപടി എന്താന്ന് ഫസ്റ്റ് പറയാം. ആദ്യം നമുക്കൊന്ന് സങ്കല്പിക്കാം. എന്താ സങ്കല്പിക്കേണ്ടത്? ജബ്ബാർ മൗലവി പറഞ്ഞതുപോലെ ജിന്നിനോട് സഹായം തേടൽ ശിർക്കല്ല എന്ന് വാദമുള്ള ആളായിരുന്നു ഞാൻ. അങ്ങനെ സങ്കല്പിച്ചോ? അതാണല്ലോ സമ്മതിക്കേണ്ടത്. അങ്ങനെ സങ്കല്പിക്കാം. അങ്ങനെ സങ്കല്പിച്ചാല് ഞാൻ പറയുന്നു, അങ്ങനെ എനിക്ക് വാദമുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഹനീഫ് കായക്കൊടിക്ക് അങ്ങനെ വാദമുണ്ടായിരുന്നു എങ്കിൽ ഞങ്ങളോട് കേരളത്തിലെ ആദ്യത്തെ പണ്ഡിത സംഘടന കേരള ജംഇയ്യത്തുൽ ഉലമ ആ വിഷയത്തെ സംബന്ധിച്ച് പഠിച്ച് മനസ്സിലാക്കി ഞങ്ങൾക്ക് വിശുദ്ധ ഖുർആനിന്റെ ആയത്തോതി തന്ന് ഹദീസോതി തന്ന് ബോധ്യപ്പെടുത്തിയിരിക്കുന്നു അത് ശിർക്കാണ് എന്ന്. ഞങ്ങൾക്കത് ബോധ്യപ്പെട്ടു. ഞങ്ങളത് ഉറക്കെ പറയുന്നു. ജംഇയ്യത്തുൽ ഉലമ പറഞ്ഞതാണ് ശരി, ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് തെറ്റാണ്. ഞങ്ങളെങ്ങനെ വാദിച്ചിട്ടുണ്ട് എങ്കിൽ ഞങ്ങൾ ചെയ്തത് തെറ്റാണ്. അത് ഖുർആനിനെതിരാണ്, ഹദീസിനെതിരാണ്, തൗഹീദിനെതിരാണ് എങ്കിൽ ഇത് ഞങ്ങൾ തുറന്നു പറയുന്നു. അപ്പോ ജംഇയ്യത്തുൽ ഉലമ അവർക്ക് പുതിയ ആയത്ത് പഠിപ്പിച്ചു കൊടുത്തു. ഏതാണ് ആയത്ത്?
ഒരുപക്ഷെ ഇവിടെ വരികയായിരിക്കും വിശദീകരണത്തിന്, മുഖാമുഖ നാടകത്തിന് വരുന്ന അംസവാക്കൈ പറഞ്ഞാണല്ലോ. വരുമ്പോൾ നിങ്ങൾ ചോദിക്കണം ഏതാണ് ആയത്ത്. 2012 ജമിയത്തുൽ നിങ്ങൾക്ക് ആയത്ത് ഓതി തന്നു, ഹദീസ് ഓതി തന്നു. ഏതായത്തെന്നറിയോ? ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. പുതിയ ആയത്താണ്. 2012 പഠിച്ച ഹദീസ് ഏതാണെന്നറിയോ? വഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്. നീ സഹായം തേടുകയാണെങ്കിൽ അള്ളാഹിനോട് സഹായം തേടണം. അപ്പൊ ഈ ആയത്ത് ഹദീസ് ഒന്നും മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നില്ലേ? ജമിയത്തുൽ കണ്ടിട്ടില്ലേ? അപ്പൊ ജമിയത്തുൽ പൊക്കുകയാണ്. കേരളത്തിലെ ഒന്നാമത്തെ പണ്ഡിത സംഘടന ഞങ്ങൾക്ക് ആയത്ത് പഠിപ്പിച്ചു തന്നു. അപ്പൊ 2012 വരെ ഈ ആയത്ത് ജമിയത്തുൽ തിരിഞ്ഞിട്ടില്ല. ജമിയത്തുൽ പൊക്കപ്പോ വൈദസ്ഥാനത്തെ ഫസ്തഇൻബില്ലാ എന്ന ഹദീസ് ജമിയത്തുൽ തിരിഞ്ഞിട്ടില്ല. അതിന്റെ പരിധിയിൽ യായ്ബാദെന്ന പെടുമെന്ന് തിരിഞ്ഞിട്ടില്ല. ഇതുകൊണ്ടാ പറഞ്ഞത് സൗദിയിലേക്കൊന്ന് പോണം നമ്മള്. മനസ്സിലായില്ലേ? ഇയ്യാക നഅ്ബുദുവിന്റെ അർത്ഥം വരെ ഇപ്പൊ തിരിഞ്ഞു എന്നാ പറയണത്. ഇനി മൂപ്പര് കരിയാണ്. നമുക്കങ്ങനെ എനിക്കും അനീഫക്കും അങ്ങനെ തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടാളെ തെറ്റാ. ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശല്ലേ? നിങ്ങൾ രണ്ടാളെ തൗബ ചെയ്താ തീരുന്നതാണോ ഇത്? എന്നിട്ട് മൂപ്പര് എല്ലാവരുടെയും പാപഭാരം ഏറ്റെടുത്ത് ജാമിയയിൽ വെച്ച് കരയാണ്. കണ്ടോളി. ഞാൻ പറയുന്നു ഞങ്ങൾ ജബ്ബാർ മൗലവിയുടെ വാദം ഞങ്ങൾ സ്വീകരിച്ചിട്ട് ജിന്നിനോട് തേടൽ ശിർക്കല്ല എന്ന് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ, എഴുതിയിട്ടുണ്ടെങ്കിൽ, രഹസ്യമായോ പരസ്യമായോ വാദിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ മുന്നിൽ, റബ്ബിന്റെ മുന്നിൽ ഞങ്ങൾ തൗബ ചെയ്യുന്നു. അതൂബു ഇലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ പൊറുത്തു തരണേ, ഞങ്ങൾക്ക് നീ പൊറുത്തു തരണേ. ഞങ്ങൾ തൗബ ചെയ്യുന്നു, പരസ്യമായും രഹസ്യമായും. വാസ്ലഹു. രണ്ടാമതല്ല ഞങ്ങളോട് പറഞ്ഞു നന്നാക്കാൻ. ഞങ്ങൾ നന്നാക്കുന്നു. ഞങ്ങളുടെ നിലപാട് ആ നന്നാക്കിയ നിലപാടെന്താ? ഞങ്ങൾക്ക് ജമിയത്തുൽ ഉലമ പഠിപ്പിച്ചു തന്ന നിലപാട് അതെന്താ? ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഭൗതികമായാലും അഭൗതികമായാലും, ആ ഭൗതികമായ വിഷയമാണെങ്കിലും അഭൗതികമായ വിഷയമാണെങ്കിലും ജിന്നിനോട് തേടുന്നത് ശിർക്കാണ് എന്ന ആ നിലപാട് ഞങ്ങൾ വ്യക്തമായി നന്നാക്കി വാസ്ലഹു പ്രഖ്യാപിക്കുകയാണ്. മൂന്നാമതായി ചെയ്യേണ്ടത് എന്താ? വബയ്യനു. നിങ്ങൾ മറ്റുള്ളവർക്ക് വ്യക്തമാക്കി കൊടുക്കൂ, വ്യക്തമായി പറയൂ, നിങ്ങളുടെ ആദർശം വ്യക്തമായി പറയൂ. ഞങ്ങൾ പറയുന്നു, ആരുടെ മുന്നിലും ഞങ്ങൾ ഈ ആദർശം പറയാൻ ഒരുക്കമാണ്, ആരുടെ മുന്നിലും ഇത് പറയാൻ വ്യക്തമാക്കാൻ ഞങ്ങൾ ഒരുക്കമാണ്. വബയ്യനു, വ്യക്തമാക്കുക. ഫഉലൈക അതൂബു അലൈഹിം. അക്കൂട്ടർക്ക് തൗബയുണ്ടെന്ന് അല്ലാഹ് പറയുകയാണ്. അക്കൂട്ടർക്ക് തൗബയുണ്ട്. വഅന തവ്വാബുർ റഹീം. അല്ലാഹ് പറയാണ്, ഞാൻ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്, കരുണ ചെയ്യുന്നവനാണ്. ഞങ്ങൾ പ്രതികളായിക്കോളാം, ഞങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷേ ഞങ്ങൾ കാരണം എന്റെ ഒരു വാക്കുകൊണ്ട്, ഹനീഫ് കായിക്കൂടെ ഒരു വാക്കുകൊണ്ട്, അബ്ദുറഹ്മാൻ സലഫിയുടെ ഒരു വാക്കുകൊണ്ട് ഒരു മനുഷ്യൻ വഴികേടിലാകരുത് എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാലോകത്ത് ജീവിക്കുന്ന മുഴുവൻ ആളുകളോടും ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. പക്ഷേ ഞങ്ങൾ ഒരു കാര്യം പറയാം, തുറന്നു പറയാം, മനസ്സറിഞ്ഞുകൊണ്ട് പറയാം, ആ വിശ്വാസം ഞങ്ങളുടെ മനസ്സിലില്ല, ഞങ്ങൾ വിശ്വസിച്ചിട്ടില്ല, ആ വിശ്വാസം ഞങ്ങൾ പോറിയിട്ടില്ല. ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും അള്ളാഹു ഞങ്ങളുടെ ഹൃദയം അറിയുന്നവനാണ്. ഞങ്ങൾ ചെയ്ത ഒരു തെറ്റുണ്ട്, ലോകത്തോട് പറയാവുന്ന ഒരു തെറ്റ്. എന്താന്ന് ചോദിച്ചാൽ, ഇന്നലെ എന്നോട് ഒരാൾ ചോദിച്ചപ്പോ എനിക്ക് പറയാൻ നാവിലൊന്നും ഞാൻ പറഞ്ഞു. പക്ഷെ ഇന്ന് ഞാൻ പറയാ, നാറിയവനെ പേറിയോ എന്നൊരു സംശയം നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴുണ്ട്. അതിപ്പോ ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന പ്രയാസമൊക്കെ ഉണ്ടാവും. നല്ല തൗബയാണ്. തുടക്കം ഒരു നുണയും അവസാനം ഒരു തെറിയും. നാറിയവനെ പേറിയോ എന്ന്. അതാരാണ് ഈ നാറിയോ എന്നപ്പോഴും ചർച്ച നടന്നുകൊണ്ടിരിക്കുക. ചില ആൾ പറഞ്ഞ അബ്ദുറഹ്മാൻ സലഫിയാണെന്ന്, ചില ആൾ പറഞ്ഞ അബ്ദുൽ ജബ്ബാർ മൗലവിയാണ്. ഏതായാലും ഇരിക്കട്ടെ, നാറിയവനെ പേറിയോ എന്നൊരു സംശയമുണ്ട്. ഇതാണ് തൗബ. വാസ്ലഹു. ഞങ്ങൾ നിലപാട് നന്നാക്കി തെറി വിളിക്കൽ നിർത്തണം. ആദ്യം ഞങ്ങൾക്കും ജബ്ബാർ മൗലവിക്കും അള്ളാഹു പുറത്തു തരട്ടെ എന്നല്ലേ പറയേണ്ടത്? അല്ലേ? അബ്ദുൽ ജബ്ബാർ മൗലവി എഴുതിയതിൽ ശിർക്കില്ല എന്ന് മനസ്സിലാക്കി ഞങ്ങൾ കുറെ കാലത്തിൽ ശിർക്കില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ ശിർക്കുണ്ടെന്ന് ബോധ്യപ്പെട്ടു, ഞങ്ങളത് പറയുന്നു. നാഥാ, ഞങ്ങൾക്കും ജബ്ബാർ മൗലവിക്കും പുറത്തു തരണേ എന്ന് പറയണതിന് പകരം നാറിയനു പേറി വയ്യനു വ്യക്തമാക്കി കൊടുക്കുക. എന്ത് വ്യക്തമായി? നാട്ടിൽ വ്യക്തമായി കൊടുത്തോ? നിങ്ങളത് ശിർക്കാണെന്ന് വ്യക്താക്ക്. എന്തുകൊണ്ട് അന്ന് ശിർക്കല്ല എന്ന് പറഞ്ഞു? ഏത് ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അന്ന് ശിർക്കല്ല എന്ന് പറഞ്ഞത്? ഏത് ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ശിർക്കല്ല എന്ന് പറഞ്ഞത്? ഇപ്പൊ നിങ്ങൾക്ക് പുതിയ ആയത്ത് കിട്ടിയോ? പുതിയ ഹദീസ് കിട്ടി? അത് രണ്ടും പറ. അതാണ് ബയ്യനു. അല്ലാതെ ഞങ്ങളിതാ വ്യക്തമാക്കുന്നു, അതല്ല വ്യക്താക്കല്. നിങ്ങൾ ചെയ്ത തെറ്റെന്താണെന്ന് പറ. നിങ്ങൾക്ക് ഒരു തൗബന്റെ ഷർത്താണ്. തൗബയിൽ ഒരു ഇഖ്ലാസ് വേണ്ടേ?
തൗബ ഇബാദത്താ. അപ്പൊ അള്ളാഹുവിന്റെ പ്രീതിയും പൊരുത്തവും മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് തൗബ ചെയ്യണം. MT വിഷന്റെ CD കണ്ടിട്ട് ദേഷ്യം പിടിച്ചിട്ട് തൗബ ചെയ്യാ, അതുകൊണ്ട് പറ്റോ? എന്നിട്ട് പിന്നെ മാത്രല്ല, ഇതിപ്പോ മൂന്നാളും മാത്രം തൗബ ചെയ്താൽ മതിയോ? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശല്ലേ? അപ്പൊ സമ്മേളനത്തിൽ നമുക്കൊരു കുംഭസാര സെഷൻ തന്നെ ഉണ്ടായിക്കളയാം. കോഴിക്കോട് മൊയ്ലാളി ഇങ്ങനെ വായിച്ചു കൊടുക്കുക, എല്ലാ മൗലവിമാരും നിന്നിട്ട് ഇത്ര കാലം ഞങ്ങൾ പറഞ്ഞിരുന്ന ശിർക്കല്ല എന്ന് പറഞ്ഞത് ഇപ്പോൾ ശിർക്കായിരിക്കുന്നു. നാണമുണ്ടോ നിങ്ങൾക്ക് ഈ 2012 പുതിയ തൗഹീദും കൊണ്ടുവരാൻ? എന്നിട്ട് ഞങ്ങൾ അതിന് ഒപ്പിട്ട് അല്ലെങ്കിൽ പുറത്താക്കൂല്ലേ? നിങ്ങൾ KJUവിന്റെ പ്രസിഡന്റ് ആക്കാറിഞ്ഞത് ശിർക്കാന്ന് ഞാൻ പറയില്ല. എന്തിനാ ഇത്? ഇസ്ലാമിൽ ഇല്ലാത്തൊരു കാര്യം ഇത്ര കാലം ശിർക്കല്ല എന്ന് പറഞ്ഞ കരിഞ്ഞ് ശിർക്കാണെന്ന് ഒപ്പിട്ട് കൊടുക്കണം. സംഘടനയിലെ വേദികൾ അനുവദിച്ചു കിട്ടാൻ വേണ്ടി ഇസ്ലാമിൽ ഇല്ലാത്തൊരു കാര്യം പറയാം. ലോകത്തുടനീളമുള്ള സലഫി പണ്ഡിതന്മാർ ഞങ്ങൾ ആവർത്തിച്ചു ചോദിച്ചു, യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന വിളിയിൽ ശിർക്കുണ്ടെന്ന് പറഞ്ഞ ഒരു സലഫി പണ്ഡിതന്റെ പേര് പറ. അൽബാനി പറഞ്ഞിട്ടില്ല. അൽബാനി മലക്കാന്ന് വിചാരിച്ച ശിർക്കല്ലാന്ന് പറഞ്ഞു. പൊളിഞ്ഞില്ലേ? അപ്പൊ സുഹൃത്തുക്കളെ, ഒരാളും പറഞ്ഞിട്ടില്ല. ഇക്കഴിഞ്ഞ 13 നൂറ്റാണ്ടിലെ മുസ്ലിം പണ്ഡിതന്മാർക്ക്, അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർക്കില്ലാത്തൊരു പുത്തൻവാദം. ഇപ്പൊ ഖുറാഫികൾ എന്താ പറഞ്ഞറിയോ? അനസേ, നീ തൗബ ചെയ്താ പോരാ, ഈ ഷഹാദത്ത് ചെല്ലണം. തൗഹീദിന്റെ കാര്യല്ലേ, കുളിച്ചു പോയിട്ട് രണ്ടാമത് മുസ്ലിം ആകണം എന്നാ പറയണത്. അവരിറങ്ങിക്കഴിഞ്ഞു. എന്തിനായി തൗബ? തൗഹീദ് തെറ്റിയതിന് അതിന് ചെല്ലേണ്ടത് ഷഹാദത്ത് കലിമല്ലേ? ഖുറാഫികൾ ആഘോഷിക്കാൻ പോവുക. അവർ കാര്യമായിട്ട് ക്ലിപ്പ് പോയി തൗബന്റെ ക്ലിപ്പാ. നാണമുണ്ടോ? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലുണ്ടോ ഇത്? അപ്പോ സംഘടനയെ ഹൈജാക്ക് ചെയ്ത് പുതിയ ആദർശം കൊണ്ടുവന്ന് സംഘടന ശിർക്കിലേക്ക് പോകുന്നത് രക്ഷപ്പെടുത്തുന്ന മിശിഹയായി അവതരിച്ച് ഈ പ്രസ്ഥാനത്തെ ഹൈജാക്ക് ചെയ്ത് അബ്ദുറഹ്മാൻ സലഫി വരുത്തിത്ത ദുരന്തങ്ങളാണ് ഇതൊക്കെ. അതിന് പ്രതികരിക്കാൻ പറ്റാത്തവണ്ണം ഗ്രൂപ്പ് കോക്കസ് പ്രവർത്തിച്ചിട്ട് ആ കമ്മിറ്റി ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് പ്രതികരിക്കാത്തത്. മനസ്സിലാക്കണതൊക്കെ. പല മാഷന്മാർക്കും ഇതൊന്നും തിരിഞ്ഞിട്ടില്ല. ഒരിക്കൽ തിരിയൂല. ഒരിക്കൊക്കെ തിരിഞ്ഞോളൂ ഇൻഷാ അല്ലാഹ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കത് പറയാതിരിക്കാൻ കഴിയില്ല. ഇതൊരു പുതിയ തൗഹീദും ഒരു പുതിയ ആദർശവുമായിട്ട് ഒരു കൂട്ടർ വന്നിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ അവർ പറഞ്ഞു കിട്ടങ്ങൾ ആ വിശ്വാസം ഞങ്ങളെ മനസ്സിൽ പേറിയിട്ടില്ല ഒരു കാലത്തും. അപ്പൊ അബ്ദുൽ ജബ്ബാർ മൗലവി എഴുതിയത് ശിർക്കല്ല, അതിലവിടെ ശിർക്ക് എന്ന് ചോദിക്കുമ്പോൾ മനസ്സിലെന്താ? അത് ശിർക്ക് തന്നെയാണ് കേട്ടാ. ശിർക്കന്നെ മനസ്സിൽ ശിർക്ക് ഉണ്ട്, പുറത്തു വരെ ശിർക്കല്ല. 5 കൊല്ലം ഈ കാപട്യം കൊണ്ട് നടന്നു. എന്താ ഈ പരത്തൊക്കെ? ഇത് പാപ്പങ്ങൾ ആരെയാ പറ്റി? എത്ര മുസ്ലിം മുജാഹിദുകൾ നിങ്ങളെ പ്രസംഗം കേട്ടു? നിങ്ങൾ ശിർക്കല്ല എന്ന് വിശ്വസിച്ച് എത്ര ആളുകളുണ്ട്? എത്ര ആൾ മരിച്ചുപോയി? അപ്പൊ മനസ്സിൽ നിങ്ങൾക്ക് ശിർക്കാണ് ഉണ്ടായിട്ട് പിന്നെ ശിർക്കല്ല എന്ന് പുറത്തൊക്കെ പറഞ്ഞു. വഞ്ചനയല്ലേ ഇത്? ചതിയല്ലേ ഇത്? അതിനല്ലേ തൗബ ചെയ്യേണ്ടത് യഥാർത്ഥത്തില്? അപ്പൊ സുഹൃത്തുക്കളെ, ഇങ്ങനൊരു പുതിയ ആദർശമാറ്റം ഈ പ്രസ്ഥാനത്തിൽ കൊണ്ടുവന്നതാണ് ഇപ്പോഴത്തെ ഈ പുതിയ പ്രശ്നത്തിന് കാരണം. 2 കാരണമാണ് ഞാൻ ഇറങ്ങിയത്. ഒന്ന്, എന്റെ പേരിൽ ശിർക്ക് ആരോപിച്ചു. രണ്ടാമത്, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തൗഹീദിൽ ഒരു പുതിയ തിരുത്തു കൊണ്ടുവന്നു. ഇത് രണ്ടും നമുക്ക് സഹിക്കാൻ പറ്റുന്നതല്ല. എന്റെ പേരിൽ ശിർക്ക് ആരോപിച്ച് എന്റെ പേരിൽ മാത്രമല്ല, അത് ഹിറ്റ് ലിസ്റ്റിൽ പലരുണ്ട്. ഓരോരുത്തരുടെ പേരിൽ ഇങ്ങനെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ മുജാഹിദ് ബാലുശ്ശേരിയെ പുറത്താക്കി സർക്കുലർ വന്നു എന്നാ ഇപ്പൊ കോഴിക്കോട്ട് നിന്ന് ഫോൺ കിട്ടിയത്. അങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ വെട്ടി നിരത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അതിന് കൂട്ടു നിൽക്കണം, അല്ലെങ്കിൽ സംഘടനയിൽ നിർത്തൂല. സംഘടന ചില ആളുകൾക്ക് തീരെ എഴുതി കൊടുത്തിരുന്നില്ല. തൽക്കാലം ഒരു കമ്മിറ്റി അവരാണ്, എല്ലാ കാലത്തും അവരുണ്ടാവുമോ? അങ്ങനെ ആക്കാൻ വേണ്ടി ഭരണഘടന വരെ തിരുത്താൻ പോവാത്രേ. ISM MSM ഒന്നും ഇനി എലക്ഷൻ വേണ്ട, അത് നോമിനേഷൻ. അപ്പൊ കോക്കസ് പിടിച്ചെടുത്ത കോക്കസ് 2-3 ആളുണ്ടാകും, അവർ തീരുമാനിക്കണം നടക്കുക. ISM അവരെന്നെ, MSM ഒക്കെ അവരെ നിയന്ത്രണത്തിലുള്ളൊരു കമ്മിറ്റി. MSM-ലും ISM ഒക്കെ അങ്ങനെ കോക്കസ് കമ്മിറ്റികൾ ഉണ്ടാക്കി മുജാഹിദ് പ്രസ്ഥാനത്തെ ഹൈജാക്ക് ചെയ്യാൻ ചില ആളുകൾ ഒരുങ്ങിയിരിക്കുന്നു. ഒരുപാട് കഷ്ടപ്പെട്ട് പാവപ്പെട്ടവരും പണക്കാരും എല്ലാവരും കൈമൈ മറന്ന് സഹായിച്ചാണ് ഈ ആദർശ പ്രസ്ഥാനത്തെ ഇവിടെ വളർത്തിയെടുത്തത്. അതിനെ നശിപ്പിക്കാനുള്ള ശ്രമം ആരുടെ ഭാഗത്തുണ്ടായാലും സുഹൃത്തുക്കളെ, നമുക്കത് അനുവദിക്കാൻ പറ്റുകയില്ല. ഇപ്പൊ പറഞ്ഞ് ക്ലിപ്പുകൾ വരെ കട്ടുമുറിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഒന്നെന്താ അറിയോ? സക്കരിയ സലാഹി ജിന്ന് ചികിത്സക്ക് വേണ്ടി ഒരാളയച്ചു എന്നാണ് ഇപ്പൊ വലിയ പ്രചാരണം. സംഗതി എന്താണെന്നറിയോ? ജിന്നുബാധയുണ്ട്, സിഹിർബാധയുണ്ട് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയപ്പോ എൻ്റെ അടുത്ത് വന്ന ഒരാൾ, അയാളിങ്ങനെ പല സംഗതികളും പറഞ്ഞപ്പോ ഞാനൊരു കാസറ്റ് ഇട്ട് കേൾപ്പിച്ചു കൊടുത്തു. എനിക്കിതൊന്നും അറിഞ്ഞൂടല്ലോ. അപ്പൊ കാസറ്റ് ഇട്ടപ്പോ ഇയാൾ ആകെ വയലന്റായി.
വയലന്റ് എൻ്റെ ടേപ്പ് റിക്കാർഡിൽ കുത്തിയിട്ട് ലാപ്ടോപ്പിന്റെ ഒരു ഇയർഫോൺ ഇട്ട് കൊടുത്തതാ. ഇയാള് കിട്ട് ഹാ ഹൂ എന്ന് ഒച്ച ഉണ്ടാക്കി എണീറ്റു. എന്റെ ടേപ്പ് റിക്കാർഡ് അപ്പുറത്തേക്ക് മറിഞ്ഞു. അപ്പൊ എന്താ ശൈത്താനിയത്താന്ന് എനിക്ക് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് ഇയാളോട് ഞാൻ ആയത്തുൽ കുർസി ചോദിച്ചു, പോനെ നീ ആയത്തുൽ കുർസി ചോദിച്ചിട്ട് ഞാൻ വീട്ടിൽ പോകുന്നു. എനിക്കാകെ ബേജാറ്. ഞാൻ ആദ്യമായിട്ട് കാണും എൻ്റെ ജീവിതത്തിൽ. അതില് ആയത്തുൽ കുർസി എങ്ങനെ ഓതിയാലും വലായ ഊതു ഇഫ്തുമ ശരിയാവൂല, ഇങ്ങനെ ഊതണ്. അപ്പൊ ഇത് ശൈത്താനിയത്താന്ന് മനസ്സിലായി. ആയത്തുൽ കുർസി ശൈത്താൻ ഏറ്റവും ദേഷ്യമുള്ള ആയത്താണല്ലോ. നീ വീട്ടിൽ പോ എന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞയച്ചു. അപ്പൊ അവനോട് ഞാൻ പറഞ്ഞു, നമ്മൾ KNM അംഗീകരിക്കുന്ന ഈ റുഖയ ചെയ്യുന്ന സൗദി അറേബ്യയിലൊക്കെ ഉള്ള പണ്ഡിതന്മാർ ജിന്നുബാധൊക്കെ ചികിത്സിക്കുന്നുണ്ട്. അത് ഞാൻ എന്റെ പ്രബന്ധത്തിലൊക്കെ എടുത്തുകൊണ്ട് അമാനി മൗലവി KM മൗലവി പറഞ്ഞിട്ടുണ്ട്. ഖുർആനിലെ ആയത്തുകൾ, അള്ളാഹുവിന്റെ നാമങ്ങൾ, വിശേഷണങ്ങൾ എന്നിവ കൊണ്ട് മാരണമോ പിശാച് ബാധയോ ഏറ്റിട്ടുണ്ടെന്ന് വിചാരിക്കപ്പെടുന്ന അവസരത്തിൽ ചികിത്സ നടത്തുന്നതിന് വിരോധമില്ല. KM മൗലവിയുടെ ഫത്വ 2008 മടവൂരികൾ പുറത്തിറക്കിയതാ. അപ്പൊ മാരണം, സിഹിർ, പിശാച് ബാധ അതുണ്ട്, ഉണ്ടായാൽ അതിന് ഖുർആൻ കൊണ്ടൊരു ചികിത്സ ഉണ്ട് എന്ന് മൊത്തത്തിൽ നമ്മൾ മനസ്സിലാക്കിയ കാലാണ്. അപ്പൊ തൗഹീദുള്ള ഒരാൾ എന്ന നിലക്ക് ഇഫ്ലുർ റഹ്മാൻ എന്ന ഒരാളത്തേക്ക് അയച്ചു. ഞാനത് എവിടെ മറച്ചു വെച്ചിട്ടില്ല. ഞാൻ AP-നോട് പറഞ്ഞിട്ടുണ്ട്, 2009 നടപടിക്കാലത്ത് TP-യോട് പറഞ്ഞിട്ടുണ്ട്, ഞാനത് പ്രസംഗിച്ചിട്ടുണ്ട്. എനിക്കതിലൊരു ജാള്യതയില്ല. അതെന്തോ ഒരു വലിയ കുറ്റം ചെയ്ത മാതിരി ഇപ്പൊ ചില ആളുകൾ പറയണത് അതൊരു കുറ്റമായിട്ട് നമ്മൾ കാണുന്നില്ല. മനസ്സിലായില്ലേ? അപ്പൊ ഖുറാഫികളുടെ ജിന്നു ചികിത്സയിലേക്ക് ഇത് പോകില്ലെന്നാ ചില ആളുകളെ ബേജാറ്. അത് വേറെ തന്നെയാണ്. അങ്ങനെയാണ് ഇപ്പൊ ഖബർ സിയാറത്ത്, നമ്മളെ സിയാറത്ത് പോലെ സിയാറത്ത് വ്യത്യാസമല്ലേ? അവരെ സിയാറത്തിലേക്ക് ഖബർ പൂജയാണ്, അതിലേക്ക് പോകുന്ന വിചാരിച്ച് ഖബർ സിയാറത്ത് നമ്മൾ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? അന്നതുപോലെ ഇസ്ലാമിലെ മന്ത്രങ്ങൾ പഠിപ്പിച്ചാൽ മന്ത്രവാദത്തിലേക്ക് പോകും എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. അപ്പൊ ജിന്നുബാധയുള്ളവരെ ഖുർആൻ കൊണ്ട് ചികിത്സിക്കുക എന്നത് അന്ധവിശ്വാസമല്ല. അത് ജമിയത്തിന്റെ ബുക്ക് കണ്ട റുഖിയ ശർഇയായ മന്ത്രങ്ങൾ, എന്താ പ്രാർത്ഥനയും ചികിത്സയും പോരെ, പിന്നെ ഇതിനാ റുഖിയ. അപ്പൊ അത് റുഖിയ ശർഇയ എന്താണ്? എന്നിട്ട് ഓരോരുത്തർക്ക് അടിച്ചിറക്കാൻ പറ്റുമോ? പറയുന്നിട്ടപ്പോ അടിക്കാതെ ഇറക്കാൻ സമ്മതിക്കും തോന്നുന്നു. ഇവന് ജിന്ന് കേറുന്നതിനെ വിശ്വസിക്കാത്തവനാ. ജിന്ന് മനുഷ്യരത്തിൽ പ്രവേശിക്കും, രോഗമുണ്ടാക്കും എന്നൊക്കെ അംഗീകരിച്ചാലല്ലേ പിന്നെ അതിനെ ഇറക്കണതിനെ പറ്റി ചിന്തിക്കണ്ടുള്ളൂ. ഇറക്കാനൊരു ചികിത്സാ രീതി ഉണ്ട് എന്ന് വന്നാലല്ലേ എങ്ങനെ ഇറക്കണം എന്നുള്ള ചർച്ചയുള്ളൂ. അടിച്ചിട്ട് ഇറക്കണോ അടിക്കാതെ ഇറക്കണോ എന്ന ചർച്ചയുള്ളൂ. ജിന്നിനോട് സംസാരിക്കാൻ പറ്റുമോ? ഏത് ഇന്നിനോട്? ഒരാളെ ശരീരത്തിൽ കയറിക്കൂടിയ ജിന്ന് റുഖിയ ഖുർആൻ ഓതി കൊടുക്കുമ്പോൾ അയാളുടെ നാവിലൂടെ സംസാരിക്കും. എന്നെ അത് ആദ്യം അംഗീകരിക്കണ്ടേ, എന്നിട്ടല്ലേ സംസാരിക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പൊ ഇത് കുറെ സ്റ്റെപ്പ് ഉണ്ട്. പാലക്കാട് ഇതൊക്കെ ഇങ്ങനെ കുറേശ്ശെ പറഞ്ഞ് ഇപ്പൊ ജമിയത്തുലമ ഉറപ്പിച്ച് പറഞ്ഞല്ലോ ജിന്നുബാധയുണ്ട്. ഈ പുസ്തകത്തിന്റെ 30-31 പേജിൽ വ്യക്തമായി പറഞ്ഞു മനുഷ്യനെ പിശാച് ബാധിക്കുമെന്ന്. ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇമാം തബരി റഹിമഹുല്ല, ഇമാം ഖുർത്തുബി റഹിമഹുല്ല, ഇമാം ഇബ്നു കസീർ മുതലായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ നമുക്ക് കാണാം. ഏതായത്ത്? ഞാൻ നേരത്തെ ഓതിയ സൂറത്തുൽ ബഖറയിലെ 275 ആയത്ത്. അപ്പൊ പിശാച് ബാധ ഉണ്ട്, ജിന്ന് കയറുമെന്ന് ഇപ്പൊ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ്, കയറിയാ പിന്നെ എങ്ങനെ ഇറക്കുക? സ്വയം ഇറങ്ങിപ്പോയാൽ നല്ല എന്നെ ഓതിയിട്ടാണ് ഇറങ്ങിയാൽ പോയിക്കോട്ടെ, ഇറങ്ങിയിട്ടില്ലെങ്കിൽ പിന്നെ ഇറക്കലെങ്ങനെ? അപ്പോഴല്ലേ അടിക്കണോ വേണ്ടിയെന്നൊക്കെ ഉള്ളൂ. അതുകൊണ്ട് ആ ചർച്ചയൊക്കെ നടക്കട്ടെ. എന്റെ പ്രബന്ധത്തിൽ ഞാൻ പറഞ്ഞു റുഖിയ ശർഇയ എന്നൊരു ചികിത്സാ രീതി ഉണ്ടെങ്കിൽ അതിന്റെ വിശദാംശങ്ങളെ കുറിച്ച് ജമിയത്തുലമ ചർച്ച ചെയ്യേണ്ടതാണെന്നാണ് ഞാൻ എഴുതി വെച്ചിട്ടുള്ളത്. ഇതല്ല ഇൽമിയായ ചർച്ച. ഇതൊക്കെ സാധാരണക്കാരിടയിലേക്ക് എടുത്തിട്ട് ചളമാക്കിയത് മടവൂരികളാണ്. അപ്പൊ നമ്മളതിന് മറുപടി പറഞ്ഞാണ്. അല്ല, ഇതൊരു പ്രബോധന വിഷയം കൊണ്ട് നടന്നതല്ല. എതിരാളികൾ പറയുമ്പോ ജനങ്ങളെ മുമ്പിലുള്ള ദാഴികൾ എന്ന നിലക്ക് നമുക്ക് മറുപടി പറയേണ്ടി വരും, യാതൊരു സംശയമല്ല. ആ നിലക്കാണ് സുഹൃത്തുക്കളെ നമ്മൾ ഈ വിഷയങ്ങളൊക്കെ ജനങ്ങളോട് സംസാരിച്ചിട്ടുള്ളത്. സംഗതി എന്താണെന്നറിയോ? ഇത് ഹിഫ്ലുർ റഹ്മാൻ എന്ന് പറയുന്ന ഒരാള്, അതുപോലെ തന്നെ ഈ ചികിത്സ ആദ്യം കേരളത്തിലേക്ക് കൊണ്ടുവന്ന് മുജാഹിദുകൾക്കിടയിൽ പരിചയപ്പെടുത്തിയ ഡോക്ടർ ജുബൈറാണ്. കാഞ്ഞിരമറ്റത്തുള്ള MBBS കഴിഞ്ഞ് മെഡിക്കൽ ടെസ്റ്റൊക്കെ ജോലി ചെയ്ത ആളാണ്. അദ്ദേഹം സൗദിയിൽ പഠിച്ച് ഇംഗ്ലീഷിലൂടെ പുസ്തകങ്ങൾ പഠിച്ച് അവിടുത്തെ ശേഖമാരി ചികിത്സ ചെയ്യുന്നത് കണ്ടിട്ട് അതിനെപ്പറ്റി പ്രസംഗിച്ചു. അദ്ദേഹം പ്രസംഗിക്കാൻ വന്നപ്പോൾ അയാളെ പ്രോത്സാഹിപ്പിച്ചതും സൗകര്യം ചെയ്തിട്ട് അബ്ദുറഹ്മാൻ സലഫിയാണ്. മനസ്സിലായില്ലേ? അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ച അബ്ദുറഹ്മാൻ സലഫിയാണ്. മടവൂരികളാണ് അയാൾക്കധികം വേദി കൊടുത്തത്. ഇരിക്കട്ടെ, അതൊന്നും പ്രശ്നമില്ല. അദ്ദേഹത്തിന്റെ അടുത്ത് അദ്ദേഹത്തെ ചികിത്സക്ക് വേണ്ടി കൂട്ടിക്കൊണ്ടുവന്നു. ആര്? അനസ് മുസ്ലിയാർ. കാറിൽ പോയി കൂട്ടിക്കൊണ്ടുവന്നു. ജിന്ന് ചികിത്സയിൽ സഹകരിച്ചു. തിരിച്ച് വീട്ടിൽ കൊണ്ടുപോയാക്കി വർത്താനൊക്കെ പറഞ്ഞു. സക്കരിയ മൗലവിയുടെ അടുത്ത് വന്ന രോഗിയെ അദ്ദേഹം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് മന്ത്രിച്ചപ്പോൾ ആ രോഗി വയലന്റ് ആകുകയും അങ്ങനെ വയലന്റ് ആയ രോഗിയെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടെന്നുള്ളതിന്റെ പരിചയക്കുറവുകൊണ്ട് അദ്ദേഹം മറ്റൊരാളുടെ അടുത്തേക്ക്, അതായത്
ഖുർആനും സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ ചികിത്സിക്കുന്ന ഒരാളാണെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിനടുത്തേക്ക് അയച്ചു എന്നുള്ളതാണ്. ഒരുപക്ഷെ അനസ് മൗലവി ചെയ്ത് അതുകൊണ്ട് അത് തന്നെ ആയിരിക്കാം. പലപ്പോഴും എൻ്റെ അടുത്ത് രോഗികൾ അയക്കുന്ന ആളുകൾക്ക് ഇത് മാനസിക രോഗമാണോ പൈശാചിക രോഗമാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി രണ്ടും കൂടെ പഠിച്ച ഒരാളെന്ന നിലയിൽ പലരും എന്നെ സമീപിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ വിഷയമല്ല. സക്കറിയ മൗലവിക്കെതിരെ അനസ് മൗലവി ഉന്നയിച്ച ആരോപണം എന്തുകൊണ്ട് അദ്ദേഹം തന്റെ കാര്യത്തിൽ അത് പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ്. സക്കറിയ മൗലവി ഓതിയ ശേഷം രോഗി വയലന്റ് ആയപ്പോഴാണ് പരിചയമുള്ള ഒരാളുടെ അടുത്തേക്ക് അയച്ചത്. മറിച്ച് അനസ് മൗലവിന്റെ അടുത്തുള്ള രോഗി എന്ന് പറഞ്ഞാൽ ഓതിയ വയലന്റ് ആവുന്ന രോഗിയൊന്നുമല്ല. എന്നിട്ട് പോലും അത് അദ്ദേഹം പരിശോധിച്ച് നോക്കാതെ ഒന്ന് പരീക്ഷിച്ചു പോലും നോക്കാതെയാണ് എന്നെ വിളിച്ച് ഒരു പണ്ഡിതനായ അദ്ദേഹം ചികിത്സിക്കാൻ ആവശ്യപ്പെട്ടത്. പക്ഷെ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് MBBS ഡോക്ടർ എന്ന നിലയിലാണ് എന്നെ കൺസൾട്ട് ചെയ്തതെന്നല്ല. തീർച്ചയായിട്ടും അങ്ങനെയല്ല. അദ്ദേഹത്തിന് വീട്ടിൽ പോയി പൈശാചികമായ രോഗമാണ് എന്നതിന്റെ പേരിൽ ആ രീതിയിൽ ചികിത്സയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം എന്നെ കൊണ്ടുപോയത്. ഇനി അദ്ദേഹം അത് മറന്നുപോയിട്ടുണ്ടെന്ന് എനിക്കറിഞ്ഞൂടാ. എന്നാൽ ഓർക്കാൻ വേണ്ടിയിട്ട് അതോടനുബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ പറയുകയാണ്. അദ്ദേഹം തിരിച്ച് കാറിൽ ഞങ്ങൾ പോരുമ്പോൾ അദ്ദേഹം മുൻപ് ചെയ്ത സിഹറുകളെ കുറിച്ചും സിഹർ ചെയ്ത് പ്രേമിച്ചു കിടന്ന സ്ത്രീ പുരുഷന്മാരെ അണക്കിവിട്ട കഥകളും ആലിന്റെ ലയിൽ അദ്ദേഹം സിഹർ ചെയ്ത കാര്യവും അങ്ങനെ അദ്ദേഹം സിഹർ പഠിക്കാൻ ഉദ്ദേശിച്ച പുസ്തകത്തെക്കുറിച്ചും ആ പുസ്തകം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഒരാൾ തട്ടിക്കൊണ്ടുപോയ കാര്യമെല്ലാം വിവരിച്ചു തരികയുണ്ടായി. അദ്ദേഹത്തിന്റെ ജാഹിലിയ കാലത്ത് അദ്ദേഹം ചെയ്ത കാര്യങ്ങളാണ്. ഇത് മറച്ചു വെക്കാനാണ് സക്കറിയ സലാഹി ജിന്റെ ചികിത്സ, സക്കറിയ സലാഹി ജിന്റെ ചികിത്സക്ക് അയച്ചു എന്ന് ഇങ്ങനെ പറഞ്ഞു. ഞാൻ ചികിത്സ എല്ലാവരോടും മറിയപ്പിനോട് വരെ പറഞ്ഞതാ. എനിക്കതിലൊരു മടിയില്ല, ഒരു പ്രശ്നമല്ല. പക്ഷെ ഇയാൾ ചെയ്ത് മറച്ചു വെക്കല്ലേ, അത് മറച്ചു വെക്കുക. എന്നിട്ട് അടിച്ചിറക്കുന്ന വാദമുണ്ട്. അപ്പൊ ഞാൻ തിരിച്ചു ചോദിക്കുക, അടിക്കാതിറക്കാൻ നിങ്ങൾക്ക് വാദമുണ്ട? അടിക്കണ്ട, അങ്ങനെ ഇറക്കിയാൽ മതി. അപ്പൊ ഇതൊക്കെ എന്താ, ഇതാണ് ഇവിടുത്തെ വലിയ പ്രശ്നം എന്ന് വരുത്തി തീർക്കണം. ഇവിടെ ആകെയുള്ള പ്രശ്നം അടിച്ചിറക്കലാണ് പ്രശ്നം. ഇറക്കണമെങ്കിൽ അത് ആദ്യം കയറുന്ന സമ്മതിക്കണ്ടേ, ജിന്ന് മനുഷ്യത്തെ പ്രവേശിക്കുന്ന സമ്മതിക്കണ്ടേ, രോഗം ഉണ്ടാകുന്ന സമ്മതിക്കണ്ടേ. അതിപ്പോ ജമിയത്തുമ സമ്മതിച്ചു. ഇനി ഇറക്കണതിനെ പറ്റി നമുക്ക് ആലോചിക്കാം. അത് ഖുറാഫാത്തല്ല, ഖുറാഫാത്ത് ചികിത്സ ഉണ്ട്. എങ്ങനെ? അസ്മാഅ് തൽസമാത്തിന്റെ കിതാബിൽ പറഞ്ഞതുപോലെ മരിച്ച മഹാന്മാരെ സഹായം സ്വീകരിക്കുക, ശൈത്താന്റെ സഹായം സ്വീകരിക്കുക, ഏലസും മുറുക്കും ഉപയോഗിക്കുക. അസ്മാഅ് തൽസമാത്തിൽ പറഞ്ഞതുപോലെ മരയും വിളിച്ചു താഴുക. അതൊന്നും പെടില്ല. അതെല്ലാം കാസർഗോഡ് ഹദീസ് സെമിനാറിൽ ചോദ്യം വന്നപ്പോൾ ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട്. ഖുറാഫാത്ത് ചികിത്സയും നമ്മൾ ചികിത്സയിലെ വ്യത്യാസം അമാനി മൗലവിയുടെ പരിഭാഷയിൽ വ്യക്തമായ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്റെ പ്രബന്ധത്തിൽ അത് എടുത്തു കൊടുത്തിട്ടുണ്ട്. എന്റെ പ്രബന്ധം 53 പേജുള്ള പ്രബന്ധത്തിൽ ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ചില സംഗതികൾ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, ആലി ജിഹാബി കിതാബില്ല, അള്ളാഹുവിന്റെ കിതാബ് കൊണ്ട് നീ അവളെ ചികിത്സിക്കണം. ആരോടാ പറഞ്ഞത്? നല്ലോണം മനസ്സിലാക്കിക്കോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം പ്രവേശിച്ചു. ആരടുത്ത്? ആയിഷ റളിയല്ലാഹുവിന്റെ അടുക്കൽ പ്രവേശിച്ചു. അപ്പോൾ ഒരു സ്ത്രീ അവർക്ക് മന്ത്രിച്ചു കൊടുക്കുകയാണ്. അപ്പൊ റസൂല് പറയാണ്, അള്ളാഹുവിന്റെ കിതാബ് കൊണ്ട് നീ അവൾക്ക് മന്ത്രിച്ചു കൊടുക്കുക. ഇവിടെ എന്നെ ഉണ്ണിക്കുട്ടി വലിയ പറഞ്ഞ എന്താണ്? മന്ത്രിക്കാൻ പറഞ്ഞ പരിപാടി തന്നെയല്ല, അത് ജായിസ് മാത്രമാണ്. ഉറങ്ങുമ്പോ സ്വന്തം മന്ത്രിക്കുന്നത് പോലും ജായിസേ ഉള്ളൂ. കാരണം ലാ യർഖൂന വലാ യസ്തർഖൂന, മന്ത്രിക്കുകയുമില്ല മന്ത്രിപ്പിക്കുകയുമില്ല എന്ന് ഹദീസ് ഉണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ കേട്ടോളൂ, ഈ ഹദീസിന്റെ വ്യാഖ്യാനം അൽബാനി പറയാണ്, വഫിൽ ഹദീസി മശ്റൂഇയ്യത്തു തർഖിയത്തി ബികിതാബില്ലാഹി തആല വനഹ്വിഹി, അള്ളാഹുവിന്റെ ഗ്രന്ഥം കൊണ്ടും അതുപോലെ നബിയിൽ നിന്ന് സ്ഥിരപ്പെട്ട മന്ത്രങ്ങൾ കൊണ്ടും മന്ത്രം നടത്തൽ ശറഇൽ അനുവദനീയമാണെന്ന് ഈ ഹദീസിലുണ്ട്. മിമ്മാ സബത അനി നബി സല്ലല്ലാഹു മിനർ റുഖ. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ തന്നെ മറ്റൊരാൾക്ക് മന്ത്രിച്ചു കൊടുക്കാൻ നബി പറഞ്ഞതുണ്ട്. അൻസാരികളിൽപ്പെട്ട ഒരാൾക്ക് നംല എന്ന രോഗമുണ്ടായി. നംല എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ സൈഡിൽ ബാധിക്കുന്ന കുരുക്കളാണ്. അപ്പൊ ഷിഫ ബിൻത് അബ്ദുള്ള എന്ന വനിത നംലക്ക് മന്ത്രിക്കാറുണ്ടെന്ന് ഇയാൾക്ക് വിവരം കിട്ടി. അങ്ങനെ മന്ത്രിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഇയാൾ ഷിഫ റളിയല്ലാഹുവിനെ സമീപിച്ചു. അപ്പോൾ ഷിഫ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അള്ളാഹുവാണ്, മുസ്ലിം ആയത് മുതൽ ഞാൻ മന്ത്രിച്ചിട്ടില്ല. അപ്പോൾ ഇയാൾ നബിയുടെ അടുത്ത് പോയി ഷിഫ പറഞ്ഞ വിവരം പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷിഫയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ആ മന്ത്രം എന്നെ കാണിക്കൂ. അപ്പോൾ ഷിഫ റളിയല്ലാഹു നബിക്ക് പറഞ്ഞു കൊടുത്തു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഇയാൾക്ക് മന്ത്രിക്കുക, ആ മന്ത്രം അഫ്സക്ക് പഠിപ്പിക്കുകയും ചെയ്യുക, അഫ്സാന നബിന്റെ ഭാര്യ പഠിപ്പിക്കുകയും ചെയ്യുക, നിങ്ങൾ അവർക്ക് എഴുത്ത് പഠിപ്പിച്ചതുപോലെ. അപ്പൊ മന്ത്രണ്ട്, മന്ത്രിക്കലുണ്ട്, ഒരാൾ മറ്റൊരാൾക്ക് മന്ത്രിച്ചു കൊടുക്കലുണ്ട്. റസൂലുള്ള കാലത്താണ് നിങ്ങൾ മന്ത്രിച്ചു കൊടുക്കാറുണ്ട്. ഇപ്പൊ ചില ആള് പറയാ, സക്കരിയ സലാഹിക്ക് എന്താ ഖുർആൻ അറിയില്ലേ, എന്തിനാ റസൂലുള്ളാഹി റഹ്മാന്റെ അടുത്ത് അയച്ചത്? അനസ് മുസ്ലിയാർക്ക് ഓതാൻ അറിയായിട്ടാ സുബൈർ ഡോക്ടർ അടുത്തേക്ക് പോയത് തന്നെ? അതൊരു ചികിത്സാ രീതിയാണ്. നമുക്ക് ഓതൽ മാത്രമല്ല,
ഇത് ഇളകി ബഹളം ഉണ്ടാക്കിയ നമ്മൾ എന്തു ചെയ്യും? അപ്പൊ അത് പരിചയമുള്ള ഒരാളെടുത്ത് വിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അത് ഖുറാഫാത്തല്ല, ഞാനേതോ മന്ത്രവാദിന്റെ അടുത്ത് അയച്ചു എന്നുള്ള മാതിരിയാണ് ഇപ്പൊ സംസാരിക്കുന്നത്. വാസ്തവത്തിൽ ഇതിൽ ചില അബദ്ധങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് പല ആളുകൾക്കും. ഈ ചികിത്സയെ സംബന്ധിച്ച് അറിയാതെ പലരും പലതും ചെയ്യുകയും പലതും പറയുകയും ചെയ്തിട്ടുണ്ട്. അതിന് ജമിയത്തുൽ ഉലമ ന്യായമായ പരിഹാരമുണ്ടാക്കി പണ്ഡിതന്മാർ ലോകാടിസ്ഥാനത്തിൽ ലോക സെലഫികൾ ഈ വിഷയത്തിൽ നിലപാട് സ്വീകരിക്കുന്നു. അത് സ്വീകരിക്കാണ്. സുഹൃത്തുക്കളെ, ഞാൻ ചോദിക്കട്ടെ, എന്താ ഇവിടെ മാത്രം ഒരു കീറാമുട്ടി? ഈ ജിന്നും ശൈത്താനും കേരളത്തിൽ മാത്രമേ ഉള്ളൂ? ലോകത്തുടനീള സെലഫികളില്ല, അവിടെ നിന്ന് ഈ വിഷയം കീറാമുട്ടിയിട്ടില്ലല്ലോ. ഖുർആനിലും സഹീഹായ ഹദീസിലും വന്നത് സ്വീകരിക്കാൻ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ, അല്ല, നമുക്ക് സന്മനസ്സുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ വേഗം പരിഹരിക്കാൻ സാധിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇനിയും നീട്ടി സംസാരിക്കാൻ ഉദ്ദേശമില്ല. കാരണം നമ്മൾ ഇപ്പോൾ 5 മണി മുതൽ ഇവിടെ ഇരിക്കുന്നവരാണ്, ദീർഘമായി യാത്ര ചെയ്യേണ്ടവരുണ്ട്. എനിക്കാണെങ്കിൽ നാളെയും പരിപാടിയുണ്ട്. അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി നമ്മൾ സഹിക്കുന്ന ചെറിയ ത്യാഗങ്ങൾ മാത്രമാണിത്. ഇപ്പൊ എന്റെ പ്രസംഗത്തെക്കുറിച്ചുള്ള ആക്ഷേപം എന്താ അറിയോ? സക്കരിയ സലാഹി കേരള ജമിയത്തുൽമയും KNM-നെയും വിമർശിക്കുന്നു, സമസ്തക്കാരെ കുറിച്ച് പറയുന്നില്ല. മുജാഹിദുകളെ മുശ്രിക്കാക്കിന് മറുപടി അറിയാൻ വരുമ്പോ സമസ്തക്കാരെ പറയാം. എന്നാ അപ്പൊ MM അക്ബർ അമുസ്ലിങ്ങൾക്ക് മറുപടി അറിയുമ്പോൾ അവിടെ സമസ്തക്കാരെ പറയും? പറയില്ലല്ലോ. അപ്പൊ വിഷയാധിഷ്ഠിതമായ ഞാൻ സംസാരിക്കുന്നത്. എന്നു മാത്രല്ല, സക്കരിയ സലാഹിയെ കുബൂരികൾ സ്വാഗതം ചെയ്തതും അവരെ താവളങ്ങളിലേക്ക് സലാഹിയെ ക്ഷണിക്കുന്നതും ഗൂഢാലോചന ഭാഗമായി കണക്കാക്കേണ്ടതുണ്ട്. വിചിന്തനത്തിൽ എഴുതാ, എവിടെ കുബൂരികൾ ഇന്നെ ക്ഷണിച്ചത്? എവിടെ കുബൂരികൾ ഇന്നെ കൊണ്ടുപോയത്? ഇന്നെ കൊണ്ടുപോയതൊക്കെ മുജാഹിദീങ്ങളാ. എവിടെയും കുബൂരികൾ കൊണ്ടില്ല, മുജാഹിദ് പ്രവർത്തകരാ കൊണ്ടുപോയത്. പിന്നെ ഭീഷണിയുണ്ട് സക്കരിയ സലാഹിന്റെ പരിപാടി സംഘടിപ്പിക്കുന്നവർക്കെതിരിൽ. കണ്ടോ, സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളെ ഗൗരവത്തോടെ കാണണം. TP ദീർഘമായ ചർച്ചകളിലൂടെയും വിശദമായ കൂടിയാലോചന സംഘടനയുടെ ആദർശപരമായ നിലപാടുകൾ വ്യക്തമാക്കിയിട്ടും ആദർശത്തിനും സംഘടനക്കും ഒപ്പം നിൽക്കാൻ കൂട്ടാക്കാത്തവർ വിശദീകരണ യോഗങ്ങളുമായി മുന്നോട്ട് വരുന്നത് അപലപനീയമാണെന്ന് KNM പ്രസിഡന്റ് TP അത്ലഖ് അഹമ്മദ് അഭിപ്രായപ്പെട്ടു. എന്നിട്ടോ ഇതാ, സംഘടനക്കും സംഘടനാ നേതാക്കൾക്കും ഇതിലുള്ള പരിപാടികളിൽ സഹകരിക്കുന്നത് അച്ചടക്ക ലംഘനവും സംഘടനാ വിരുദ്ധ നടപടിയുമാണ്. അത്തരം പരിപാടിയിൽ നിന്നും പ്രവർത്തകർ മാറി നിൽക്കേണ്ടതാണെന്ന് TP ഓർമ്മിപ്പിച്ചു. അപ്പൊ നിങ്ങൾക്കൊക്കെ ഷോക്കോസ് നോട്ടീസ് കിട്ടുന്നാ പറയണത്. മനസ്സിലായില്ലേ? ഇങ്ങനെയൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ട് മുജാഹിദ് പ്രവർത്തകരെ ഇനിയും തെറ്റിദ്ധരിപ്പിക്കാം എന്ന് വിചാരിക്കരുത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് അള്ളാഹുവിന്റെ ദീനിനു വേണ്ടിയുള്ള ഈ ഒരുമിച്ച് കൂടൽ ഒരു പുണ്യകർമ്മമായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇത് നമ്മുടെ പരലോകത്തിന്റെ പ്രശ്നമാണ്. നാം ഈ ദഅവത്തുമായി മുന്നോട്ട് പോകണം. നമുക്ക് അള്ളാഹു ചെയ്തിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും കാരണം ഈ ദഅവത്താണ്. ഈ തെളിഞ്ഞ തൗഹീദിന്റെ ദഅവത്ത് അതിലൊന്നും കൂട്ടാതെ കുറക്കാതെ നമുക്ക് പഴയ തൗഹീദുമായി പഴയ ആദർശവുമായി മുന്നോട്ട് പോകണം. ഇത് നമുക്ക് പരലോകത്തെ രക്ഷ കിട്ടണമെങ്കിൽ അത് മാത്രമാണ് സുഹൃത്തുക്കളെ നമുക്കുള്ള അവലംബം. അതുകൊണ്ട് എല്ലാവരും ഈ തൗഹീദിന്റെ ദഅവത്തിൽ ശക്തമായി മുന്നോട്ട് പോകണമെന്നും പരസ്പര സഹായ സഹകരണങ്ങളോട് കൂടി നീങ്ങണമെന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ വാക്കുകളിലോ പ്രയോഗങ്ങളിലോ ആർക്കെങ്കിലും വല്ല വിഷമവും തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ആദർശത്തോടുള്ള പ്രതിബദ്ധതയല്ലാതെ ആരോടുമുള്ള വ്യക്തി വിരോധമോ ആരോടെങ്കിലുമുള്ള പകയോ വിദ്വേഷമോ എന്നെ സ്വാധീനിച്ചിട്ടില്ല, സ്വാധീനിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സത്യം സത്യമായി മനസ്സിലാക്കുവാനും അത് ഉൾക്കൊള്ളുവാനും അസത്യത്തെ അസത്യമായി തിരിച്ചറിഞ്ഞ് പരിത്യജിക്കുവാനും നാം പ്രത്യേകം അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അതിനുവേണ്ടി പരിശ്രമിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നാളെ ആലപ്പുഴയിൽ ആദർശ വിശദീകരണ സമ്മേളനം നടക്കുകയാണ്. അള്ളാഹു എല്ലാ പരിപാടികളും ഈ തൗഹീദിന്റെ മാർഗത്തിൽ വിജയിപ്പിക്കാൻ നമുക്ക് സഹായം നൽകുമാറാകട്ടെ. اللهم انصر من نصر الدين واخذل من خذل الاسلام والمسلمين. اللهم ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. وصلى الله على رسولنا المصطفى محمد وعلى اله وصحابته اجمعين. واخر دعوانا ان الحمد لله رب العالمين. السلام عليكم ورحمه الله.